മണി ട്രാൻസ്ഫർ രംഗത്ത് മുൻനിര സേവനം ലഭ്യമാക്കുന്ന UAE എക്സ്ചേഞ്ച് ആൻഡ് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് വളർച്ചയുടെ പാതയിലാണ്. ഓരോ വർഷവും 25% വളർച്ചയാണ് രേഖപ്പെടുത്തുന്നത്. മണി ട്രാൻസ്ഫർ, ഫോറിൻ എക്സ്ചേഞ്ച്, വായ്പാ വിതരണം അങ്ങനെ നിരവധി സേവനങ്ങൾ ഗ്രൂപ്പ് ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. ഒരു ബാങ്കിന്റെ ചുമതലകൾ ഇപ്പോഴേ വഹിക്കുന്ന ഈ ഗ്രൂപ്പ് ദേശീയ, രാജ്യാന്തര തലത്തിലുള്ള വിവിധ ബാങ്കിംഗ് സ്ഥാപനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്നു. സാങ്കേതിക രംഗത്തെ ഏറ്റവും മികച്ച രീതിയിലുള്ള കോർ ബാങ്കിംഗ് സേവനങ്ങളാണ് UAE എക്സ്ചേഞ്ച് ആഗോളതലത്തിൽ നടപ്പാക്കിയിരിക്കുന്നത്. റെമിറ്റൻസ് രംഗത്ത് UAEയിലെ ഏറ്റവും മുൻപന്തിയിലുള്ള ഗ്രൂപ്പ് സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ളവർക്ക് സേവനം എത്തിക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. താഴേക്കിടയിലുള്ളവർക്ക് സേവനം എത്തിക്കുക എന്ന റിസർവ് ബാങ്ക് ലക്ഷ്യത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നു ബാങ്കിന്റെ പ്രവർത്തന മേഖല. ഇന്ത്യയിലേക്കുള്ള റെമിറ്റൻസിന്റെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്ന UAE എക്സ്ചേഞ്ച് രാജ്യത്തെ 3ാം നിര, 4ാം നിര നഗരങ്ങളിലാണ് കൂടുതൽ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നത്. 25% വളർച്ചയാണ് ഗ്രൂപ്പിന് വാർഷികാടിസ്ഥാനത്തിലുള്ളത്. സാമ്പത്തിക ഇടപാടുകളിൽ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്ന സ്ഥാപനം അത്യാധുനിക ടെക്നോളജിയെ അടിസ്ഥാനമാക്കിയാണ് മുന്നേറുന്നത്. ഇന്നിപ്പോൾ UAE എക്സ്ചേഞ്ച് എല്ലാ ഫിനാൻഷ്യൽ പ്രോഡക്ട്സിലും ഒരു ഫിനാൻഷ്യൽ സൂപ്പർ മാർക്കറ്റായിട്ട് ആണ് ഉദ്ദേശിച്ചിരുന്നത്. അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇന്ന് UAE എക്സ്ചേഞ്ച് മണി ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 ആണ്. ഫോറിൻ എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിൽ നമ്പർ 1 ആണ്. ട്രാവൽ ആൻഡ് ടൂർസിൽ ഇന്ത്യയിലെ ഒരു ടോപ്പ് 10 വരും. ടൂർ പാക്കേജസ്, എയർ ടിക്കറ്റിംഗ്, അതിൽ പാസ്പോർട്ട് സർവീസ്, വിസ സർവീസ്, ഇതെല്ലാം അതിൽ വരുന്നതാണ്. പിന്നെ ഒരു 4 കൊല്ലമായിട്ട് ലോൺ ബിസിനസ്സിലുണ്ട്. ലോൺ ബിസിനസ്സിൽ ഹോം ലോൺ ഇപ്പം തുടങ്ങാൻ പോണു. 2 വീലർ ലോൺ, ഗോൾഡ് ലോൺ, 4 വീലർ ലോൺ, പേഴ്സണൽ ലോൺ, കൺസ്യൂമർ ലോൺ, എല്ലാ ലോൺ പ്രോഡക്ട്സിലും ഈക്വലി സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂട്ടിലിറ്റി സർവീസ് ലൈസൻസ് ഉണ്ട് RBIന്ന്. അതിൽ നമ്മൾ പ്രീപെയ്ഡ് കാർഡ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. മൊബൈൽ വാലറ്റ്, SMS കൂടെ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ NSE ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാ പിന്നെ കസ്റ്റമറിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും UAE വന്നാൽ തീർത്തിട്ട് പോകാൻ പറ്റും. പൂർണ്ണമായും ഓട്ടോമേറ്റഡായി പ്രവർത്തിക്കുന്ന UAE എക്സ്ചേഞ്ചിന് ഇന്ത്യയിൽ 4000-ഓളം മണി ട്രാൻസ്ഫർ ഏജന്റുമാരുണ്ട്. അവർക്ക് കമ്പ്യൂട്ടറും മിനി ATMഉം നൽകി ബിസിനസ് കറസ്പോണ്ടന്റ്മാരാക്കാനാണ് ലക്ഷ്യമിടുന്നത്. UAE എക്സ്ചേഞ്ചിന്റെ നിലവിലുള്ള 350 ബ്രാഞ്ചുകൾ തന്നെ ബാങ്കിംഗ് ശാഖകളാക്കി മാറ്റാൻ കഴിയുമെന്ന് UAE എക്സ്ചേഞ്ചിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളുടെ ചുമതല വഹിക്കുന്ന കൺട്രി ഹെഡ് V. ജോർജ് ആന്റണി അറിയിച്ചു. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കേരളത്തിന്റെ ഒരു ഇറ്റ് ഇസ് ഓൺലി അറൌണ്ട് 40% മാക്സിമം. മറ്റു പണ്ട് 80% ഉണ്ടായിരുന്നു, ഇപ്പോൾ 40%. ബാക്കി പഞ്ചാബ്, തമിഴ്നാട്, ആന്ധ്ര, ബീഹാർ, UP അവിടെ എല്ലാം ഇഷ്ടംപോലെ ആൾക്കാർ പുറത്തുണ്ട്. അതങ്ങനെ ഒരു ഇത് വരുന്നില്ല. യു ഹാവ് ടു സീ എവറിബഡി സെയിം. ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ ബാങ്കുമായിട്ടും UAE ഓവർസീസ് UAE ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഫോർ ഫ്ലാഷ് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ സെർവർ ടു സെർവർ ഇന്റഗ്രേറ്റഡ് ആണ് ഒരുമാതിരി ബാങ്കായിട്ടുള്ള. ഇപ്പൊ അവിടെ ക്യാഷ് കൗണ്ടറിൽ പൈസ അടച്ച ആ സമയത്ത് ഇവിടുത്തെ അക്കൗണ്ടിൽ ക്രെഡിറ്റും വരും, ഒരു SMS ബാങ്കിന്റെ സെർവറിൽ നിന്ന് ഒരു SMS പോവുകയും ചെയ്യും. ക്രെഡിറ്റ് ആയി ഇപ്പോഴത്തെ ബാലൻസ് എത്രയാന്ന് പറഞ്ഞു. അത്രയും ഫാസ്റ്റ്. ഒരു സെക്കൻഡ് പൈസ അവിടെ കൗണ്ടറിൽ അടച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആയി ഇൻസ്റ്റന്റിൽ. ഒരു ഡിലേ ഇല്ല ഒന്നും. അത്രയ്ക്കും ടെക്നോളജി ഡ്രിവൻ ആണ് UAE എക്സ്ചേഞ്ച്. ഒരുമാതിരി ഇൻക്ലൂഡിംഗ് സ്റ്റേറ്റ് ബാങ്ക് വരെ നമ്മൾ ഓൺലൈൻ കണക്റ്റഡ് ആണ്. ഗ്രാമങ്ങളിൽ കൂടുതൽ ശാഖ ആരംഭിക്കുകയാണ് അടുത്ത ലക്ഷ്യം. RBIയുടെ അനുമതി കിട്ടിയാൽ അക്കൌണ്ട് ആരംഭിച്ച് നിക്ഷേപം സ്വീകരിക്കുകയും ATM കാർഡ് ലഭ്യമാക്കുകയും ചെയ്യാം. UAE എക്സ്ചേഞ്ചിന്റെ നിലവിലുള്ള സംവിധാനം നിരന്തരമായി റിസർവ് ബാങ്ക് ഓഡിറ്റ് ചെയ്യുന്നതാണ്. വിവിധ വായ്പകൾ ഇപ്പോഴേ ലഭ്യമാക്കുന്ന സ്ഥാപനം വായ്പാ വിതരണം വിപുലപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. വാഹന വായ്പ, MSME മേഖലയ്ക്കുള്ള വായ്പകൾ, ഭവന വായ്പ, വ്യക്തിഗത കാർഷിക വായ്പ തുടങ്ങിയവയുടെ വിതരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാനൊരുങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള ഗ്രൂപ്പിന്റെ തൊഴിലാളി വർഗ ഉപയോക്താക്കൾക്ക് ഈ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ ചെലവിൽ നാട്ടിൽ ലഭ്യമാകും. ഗൾഫിൽ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിൽ ഇവ ലഭ്യമാക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാകുക.